ഇപ്പോൾ ട്രെയിനിങ് സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് ധാരണകളുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മുടെ ക്ലാസ് എടുത്തത് മാത്രമല്ല, അല്ലാത്ത കുറച്ച് ധാരണകൾ അതിനെയൊക്കെ നമുക്ക് ഒന്ന് മാറ്റാൻ പറ്റിയ ഒരു ട്രെയിനിങ് സെഷനായിരുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ 2 മണിക്കൂർ നമ്മൾ പറയാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തി എങ്ങനെയാണ്, പുള്ളി എന്തൊക്കെ ക്യാരക്ടറുള്ള ആളാണ്, അല്ലെങ്കിൽ അവർ നമ്മളെ കുറിച്ച് എന്ത് മനസ്സിലാക്കുന്നു എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും. അതൊരു എന്താ പറയുക, ഇപ്പൊ ഈ പറഞ്ഞ നമുക്ക് ഒട്ടും ബോറടിക്കുന്ന രീതിയിലല്ല, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് വളരെ എൻജോയിങ് ആയിട്ടുള്ള ഒരു ലെവലാണ് ഈ സെഷൻ പോയത്. വരുന്നവരെ ഞാൻ ഈ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് ഞാൻ തെറ്റായിട്ടാണ് ഇത് വിചാരിച്ചിരുന്നതെന്നാണ് എൻ്റെ ഒരു. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഇൻട്രോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെ മിണ്ടാതിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് ഇൻട്രോവേർട്സ്. എക്സ്ട്രോവേർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിച്ച് കളിച്ചിരിക്കുന്നതാണ്. പക്ഷെ അതല്ല എന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നല്ല സെഷൻ ആയിരുന്നു. ബേസിക്കലി ഇപ്പം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ന് പറയുന്നതിൽ സിറ്റുവേഷനെ അപ്രോച്ച് ചെയ്യുന്നതാണ്. അപ്പൊ ആ പറഞ്ഞത് നമ്മളിപ്പോ ഇതിപ്പോ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഈ പറഞ്ഞത് നമ്മളും മിക്സ്ഡ് അപ്പ് ആണ്. എല്ലാ ആറ്റിറ്റ്യൂഡിലും കുറെ ഭാഗങ്ങൾ നമ്മൾ എല്ലാവരിലും ഉണ്ട്. ചിന്തിക്കുന്നത് ഞാൻ ഇന്ന പോലെയല്ലേ ബിഹേവ് ചെയ്യുന്നത്, അപ്പൊ ഞാൻ ഇതിലായിരിക്കും ഫോളോ ചെയ്യുന്നതാണ് നമ്മളൊരു മൈൻഡ് ഉണ്ടാവുന്നത്. പക്ഷെ ബേസിക്കലി ഞാൻ ഇത്ര നാള് ഞാൻ എന്നെ തന്നെ ഒരു എക്സ്ട്രോവേർട്ട് ആയിട്ട് വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ അതല്ല എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു. അത്രയും അടുത്ത കോഴ്സ് കണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മള് ചെറിയ ഒരു കാര്യത്തിന് പോലും നല്ല ആർഗ്യ നന്നായിട്ട് സംസാരിക്കും. ഞാൻ അതിലല്ല ഫോളോ ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി മറ്റൊരു കാറ്റഗറിയിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് ബേസിക്കലി ഉള്ളത്. അപ്പം അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെഷൻ കൊണ്ട് പറ്റിയിട്ടുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉറക്കം തൂങ്ങിയിരുന്നിട്ട് അല്ലെങ്കിൽ ബോറടിച്ചിരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. എന്നെ പോലെ തന്നെ ഇവരെല്ലാവരും ചിന്തിച്ചിരുന്ന അങ്ങനെയാണെന്നാണ് ഇവിടെ ഒരു ധാരണ. പക്ഷെ ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഈ 2 മണിക്കൂർ കഴിഞ്ഞു എന്നറിയുമ്പം ഇത്ര ആയോ എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാരണം നമ്മൾ ഇതിനിടയ്ക്ക് നമ്മൾ ഫോൺ നോക്കിയിട്ടില്ല, സമയത്രയും നോക്കിയിട്ടില്ല, അതുപോലെ വാച്ചിലേക്ക് പോലും ഞാൻ നോക്കിയിട്ടില്ല. അത് ഈ പറഞ്ഞ നല്ലൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തിരിച്ച് നമുക്ക് പരസ്പരം സംസാരിക്കാനും ഇപ്പൊ എന്നെ സ്വയം മനസ്സിലാക്കാനും നമ്മുടെ കൂട്ടത്തിലുള്ളവരിപ്പോ ഒരു കുറച്ച് പേരടങ്ങുന്ന ഗ്രൂപ്പാണ് ഈ ഓഫീസിൽ. ഇത്രയും പേരല്ല, 25 പേരല്ല. അതിന്റെ നമ്മളിപ്പോ എങ്ങനെയായിരുന്നു, നമ്മളെങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിലിരിക്കുന്നവർ എങ്ങനെയാണ്, അത് ഒരു കാര്യങ്ങളും ഇവിടെ നമുക്ക് അറിയാൻ പറ്റി. അങ്ങനെ ഒരു അടിപൊളി സെഷൻ ആയിരുന്നു മാത്രമാണ് പറയാം.